നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ സ്റ്റാർസ്, ലക്കി സ്റ്റാർസ് അഥവാ 3D സ്റ്റാർസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പലവർക്കും പാടായിട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര പാടായിരുന്നു. അപ്പം അതിന് വേണ്ടി A4 പേപ്പർ കട്ട് ചെയ്ത് കളർ ചെയ്ത് അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് നമുക്ക് ഇതുപോലെ പേപ്പർ സ്ട്രിപ്സ് കളേർഡ് പേപ്പർ സ്ട്രിപ്സ് ഓർഡർ ചെയ്യാൻ കിട്ടുമല്ലോ, അതാണെങ്കിലും മതി. അപ്പോൾ കളർ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് കളർ ചെയ്താൽ മതി, ഒരു സൈഡ് വേണ്ട. അപ്പോൾ ഗൈസ് ഞാൻ പേപ്പർ സ്ട്രിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ സ്ട്രിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളർ ചെയ്ത് പേപ്പർ സ്ട്രിപ്പ് ആണെങ്കിൽ ഇത് വൈറ്റ് സൈഡ് ആദ്യം വെക്കണം. മറ്റേതാണെങ്കിൽ ഏത് സൈഡ് വെച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ആദ്യം ഒരു ചെറിയ നോട്ട് പോലെ ഇടണം. അതിന് വേണ്ടി ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഇതിലേക്കടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് പുട്ട് നോട്ട്. എന്നിട്ട് ഇത് പിടിച്ച് വലിക്കുക. അപ്പോൾ അതിങ്ങനെ ചെറുതായി വരും. എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണൊരു പെൻറ്റഗൺ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ ബാക്കി വന്ന ഈ ഏരിയ ഇങ്ങനെ പുറകോട്ട് മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഇനി ഈ ബാക്കി വന്ന സ്ട്രിപ്പ് ഇതിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യം അപ്പ് ഇങ്ങനെ ഒരു ക്ലോക്കിൻ്റെ മാനറിലാണ്, ക്ലോക്ക് വൈസ് മാനറിലാണ് പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും പാടായിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോൾ അത് എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഫുൾ മടക്കി കഴിയുക. എന്നിട്ട് ഒരു അവസാനം എത്താറാകുമ്പോഴത്തേക്കും ആ സൈഡിലോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഹോളിലേക്കടെ ഇതിപ്പോൾ നീട്ടമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതൊന്ന് മടക്കി കൊടുക്കുക ചെറുതായിട്ട് ഇവിടെ, എന്നാലാണ് അവിടെ അത് കയറുള്ളൂ. ഗൈസ് ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ഓട്ടയിലോട്ട് പതുക്കെ ഇത് കടത്തി കൊടുക്കുക. ഇതുപോലെയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെൻറ്റഗൺ ഷേപ്പ് കിട്ടും. ഗൈസ് അതൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് ആക്കേണ്ടത്. ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ആ 2 പോയിന്റഡ് സ്ഥലത്തിനും ഇടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് ശരിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ശരിയായി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.